ശനി എന്നെ പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ ശനിയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? പക്ഷേ ശനിയുടെ കാര്യം അങ്ങനെയല്ല. ശനി ഒരു 7.5 ശനി, കണ്ടക ശനി, 2.5 കൊല്ലമാണ് ഒരു ശനി ഒരു രാശിയിൽ നിൽക്കുക. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പുള്ള രാശിയിൽ 2.5 കൊല്ലം നിന്ന് ശനി എങ്ങനെയായാലും നമ്മളെ ക്ലേശിപ്പിക്കും. അതുപോലെ കണ്ടക ശനിയുണ്ട്. ജനിച്ച രാശിയിലും ജനിച്ച രാശിയുടെ 4ാമത്തെ രാശിയിലും എപ്പോഴും വ്യാഴപ്രസാദം ഉണ്ടാവണമെന്നാണ്. പ്രശ്നം വയ്ക്കുമ്പോൾ വ്യാഴം തെളിഞ്ഞു അല്ലെങ്കിൽ വ്യാഴം തെളിഞ്ഞില്ല എന്ന് പറയും. ഒരാൾ എപ്പോഴാണ് ജ്യോതിഷം നോക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ജ്യോതിഷയുടെ അടുത്തേക്ക് വരേണ്ടത് എപ്പോഴാണ്? സ്വാഭാവികമായിട്ട് സാധാരണക്കാർക്ക് അവനവൻ്റെ ജാതകത്തിൻ്റെ വരാൻ പോകുന്ന ദോഷങ്ങൾക്ക് മുൻകൂറായിട്ട് പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഭരിക്കും. തിരുമേനി, അതേപോലെ ശനിദോഷം ഇന്ന് പലരും ഭയപ്പെടുന്നൊരു വിഷയമാണ്. ശനിദോഷം അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദോഷം, ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എല്ലാവരെയും ഭയപ്പെടുന്നത് കുറച്ചുകൂടെ ശനിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കണ്ടക ശനിയാണ്, എനിക്ക് ശനിദോഷമാണ്, ശനി എന്നെ പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ ശനിയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? ഒരു ഗ്രഹത്തിനെയും ഭയപ്പെടേണ്ടതില്ല. ഒരു ഗ്രഹത്തിനെയും നമ്മൾ ഭയപ്പെടാതിരിക്കേണ്ടതും ഇല്ല. ശുക്രനൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് എനിക്ക് ശുക്രനാണ് എന്ന് പറയുന്നത്, എനിക്ക് ശുക്രനാണെന്ന് പറഞ്ഞാൽ ആ ശുക്രൻ നല്ല സ്ഥാനത്തല്ലെങ്കിൽ ശുക്രൻ്റെ ആ ഒരു ഫലവും കിട്ടില്ല. ഇതൊക്കെ എവിടെ ഈ ഗ്രഹങ്ങൾ ജാതകത്തിൽ നിൽക്കുന്നു എന്നെ ആശ്രയിച്ചാണ് ഇരിക്കുക. പക്ഷേ ശനിയുടെ കാര്യം അങ്ങനെയല്ല. ശനി ഒരു 7.5 ശനി, കണ്ടക ശനി, അങ്ങനെ 2 വിഭാഗത്തിലുള്ള ശനി ദോഷങ്ങളാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇതിൽ 7.5 ശനി എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ച ആ രാശി കൂറ് ഏതാണോ അതിൻ്റെ തൊട്ട് മുമ്പുള്ള രാശിയിൽ ശനി പ്രവേശിക്കുന്ന സമയത്തും നമ്മൾ ജനിച്ച രാശിയിലൂടെ ശനി കടന്നു പോകുമ്പോഴും തൊട്ടടുത്ത രാശിയിലൂടെ ശനി കടന്നു പോകുമ്പോഴും ഉണ്ടാകുന്ന കാലത്തിനെയാണ് 7.5 ശനി എന്ന് പറയുക. 2.5 കൊല്ലമാണ് ഒരു ശനി ഒരു രാശിയിൽ നിൽക്കുക. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പുള്ള രാശിയിൽ 2.5 കൊല്ലം നിന്ന് നമ്മൾ ജനിച്ച രാശിയിൽ 2.5 കൊല്ലം നിന്ന് അടുത്ത രാശിയിൽ 2.5 കൊല്ലം നിൽക്കുമ്പോൾ 2.5 + 2.5 + 2.5 7.5, അങ്ങനെ 7.5 കൊല്ലം അതിൻ്റെ ശനിയാണ്. അതിൽ ഈ ജനിച്ച രാശിയിൽ കടന്നു വരുന്ന സമയത്ത് ശനി കടന്നു വരുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ടുള്ള ദോഷങ്ങളുണ്ട്. ആ സമയത്ത് ജന്മശനി അല്ലെങ്കിൽ കണ്ടക ശനിയും കൂടി 7.5 ശനിയുടെ കൂടെ വരും. ആ സമയത്ത് കുറച്ച് കാഠിന്യം കൂടുതലുണ്ടാവും. സ്വാഭാവികമായിട്ട് അപകടങ്ങൾ, വീഴ്ചകൾ, അപകടങ്ങൾ, രോഗങ്ങൾ ആ സമയത്ത് കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. ശനിയുടെ ദോഷം, ശനി എങ്ങനെയായാലും നമ്മളെ ക്ലേശിപ്പിക്കും. പക്ഷേ അതിന് പ്രാർത്ഥന ചെയ്താൽ മതിയാവും. നവഗ്രഹങ്ങളിൽ ശനീശ്വരനെയും അതുപോലെ ശനിയുടെ കാരകനായിട്ടുള്ള അയ്യപ്പനെയും ഒക്കെ പ്രാർത്ഥിച്ചാൽ അതിന് മാറ്റങ്ങളുണ്ടാവും. അതുപോലെ കണ്ടക ശനിയുണ്ട്. ജനിച്ച രാശിയിലും ജനിച്ച രാശിയുടെ 4ാമത്തെ രാശിയിലും ജനിച്ച രാശിയുടെ 7ാമത്തെ രാശിയിലും ജനിച്ച രാശിയുടെ 10ാമത്തെ രാശിയിലൊക്കെ ശനി കടന്നു പോകുമ്പോഴും ഈ കണ്ടക ശനിയുണ്ട്. പക്ഷേ അതൊക്കെ ഓരോ സ്ഥാനങ്ങളിൽ കടന്നു പോകുമ്പോൾ ആ സ്ഥാനങ്ങൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ആ ഭാഗത്ത് മാത്രമാണ് നമുക്ക് ദോഷം ഉണ്ടാകുക. ഇപ്പോൾ 10ാമത്തെ രാശിയിലാണ് ശനി കടന്ന് വരുന്നതെങ്കിൽ 10ാമത്തെ രാശി തൊഴിൽ രാശിയാണ്. അപ്പോൾ തൊഴിലിന് ക്ലേശം ആ സമയത്ത് 10ൽ നിൽക്കുന്ന ശനിയുടെ കണ്ടക ശനി വരുമ്പോൾ ജോലി നഷ്ടപ്പെടുക, ജോലിയിൽ പ്രശ്നങ്ങൾ, പിരിച്ചുവിടുക, അല്ലെങ്കിൽ ഡീപ്രമോഷൻ ഉണ്ടാവുക, ശമ്പളം കുറയ്ക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലതും സംഭവിക്കുന്നത് ഈ ശനിയുടെ കാലം. പക്ഷേ ചിലർ പറയുന്നത് ശനിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിതം സെറ്റാവുന്നത് അല്ലെങ്കിൽ ജീവിതം രക്ഷപ്പെടുന്നത് ശനിയുടെ കാലത്താണ്. അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ശനിയുടെ ദശാകാലം വേറെയുണ്ട്. ഇതിപ്പോൾ ഞാൻ കണ്ടകശനി 7.5 ശനിയും കാര്യം മാത്രമാണ് പറഞ്ഞത്. ശനിയുടെ ദശാകാലം ഉണ്ട്. 19 വർഷമാണ് ശനിയുടെ ദശാകാലം. ഈ 19 വർഷമുള്ള ശനി ദശാകാലം ശനി നമുക്ക് ജാതകത്തിൽ നല്ല സ്ഥാനത്താണെങ്കിൽ ആ സമയത്ത് ജീവിതത്തിൽ വളരെ ഉയർച്ചകളുണ്ടാവും. ആ സമയത്ത് ഇടയിൽ വരുന്ന കണ്ടകശനിയും കൂടി വരുന്ന സമയത്ത് മാത്രം ചില തടസ്സങ്ങളും ക്ലേശങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ 19 വർഷം ശനിദശ നല്ലതാവും. ശനി അനുകൂലമായ സ്ഥാനത്ത് നിൽക്കണം. ഈ ശനിയും കണ്ടക ശനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ജനിച്ച രാശിയിൽ നിന്ന് ഈ ശനി സഞ്ചരിക്കുന്ന 1, 4, 7, 10 രാശികളിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തിനെയാണ് കണ്ടകശനി എന്ന് പറയുന്നത്. അപ്പോൾ ശനിയാണോ അതോ വ്യാഴത്തെയാണോ നമ്മുടെ ഇന്നത്തെ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് നിൽക്കേണ്ടത്? എപ്പോഴും വ്യാഴപ്രസാദം ഉണ്ടാവണമെന്നാണ്. പ്രശ്നം വയ്ക്കുമ്പോൾ വ്യാഴം തെളിഞ്ഞു അല്ലെങ്കിൽ വ്യാഴം തെളിഞ്ഞില്ല എന്ന് പറയും. വ്യാഴാനുകൂലമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. പക്ഷേ വ്യാഴം ത്തിനെ നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. വ്യാഴം ഒരു നല്ല ഗ്രഹമാണ്, ഭയപ്പെടേണ്ട കാര്യമില്ല. അത്
വ്യാഴാനുകൂലമില്ല എന്ന് പറഞ്ഞാൽ ഭാഗ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു ദോഷവും ഇതിൽ വരാനില്ല. ലക്ക് കുറയും. ഭാഗ്യമില്ലെങ്കിൽ, വ്യാഴം അനുകൂലമല്ലെങ്കിൽ ലക്ക് ഉണ്ടാവില്ല. അപ്പം ലക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത്രയും സ്ട്രെയിനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ 100% പ്രവർത്തിച്ചാൽ ഒരു 80% നമുക്ക് ഫലം വരുള്ളൂ. പക്ഷേ നല്ല ലക്ക് ഉണ്ടെങ്കിൽ 20% പ്രവർത്തിച്ചാൽ ചിലപ്പോൾ 100% ഫലം ഉണ്ടാകും. അത് ലക്കിനെ ആശ്രയിച്ചിരിക്കും. ആ ലക്ക് ഉണ്ടാവാനാണ് ഈ വ്യാഴപ്രസാദം, വ്യാഴം തെളിയണം എന്ന് പറയുന്നതിൻ്റെ കാരണം. ഒരാൾ എപ്പോഴാണ് ജ്യോതിഷം നോക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ജ്യോതിഷിയുടെ അടുത്തേക്ക് വരേണ്ടത് എപ്പോഴാണ്? സ്വാഭാവികമായിട്ട് സാധാരണക്കാർക്ക് അവനവൻ്റെ ജാതകത്തിൻ്റെ ക്രമങ്ങളൊന്നും അറിയില്ലല്ലോ. എൻ്റെ ഏത് ദശയാണോ, ദശ മാറിയോ, കണ്ടകശനിയായോ, ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവർ കൂടുതലും വരുന്നത്. സാധാരണക്ക് പ്രശ്നം വരുമ്പോഴാണല്ലോ വരുന്നത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം ജ്യോതിഷനെ കണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ആശുപത്രിയിൽ പോയിട്ടൊരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണില്ലേ, അതുപോലെ സമയം നല്ലതാണോ മോശമാണോ, എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് എല്ലാ കൊല്ലവും ഓരോ പ്രാവശ്യം നോക്കുന്നത് പൊതുവെ നല്ലതാണ്. വരാൻ പോകുന്ന ദോഷങ്ങൾക്ക് മുൻകൂറായിട്ട് പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഭരിക്കും. അങ്ങനെ ഭരിക്കും. മുൻകൂറായി പ്രാർത്ഥന ചെയ്താലും ഭരിക്കും. ശ്രദ്ധിക്കാനും പറ്റും. ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും. ഈ വഴിയിൽ കൂടെ നടക്കുമ്പോൾ അവിടെ ഒരു മൂർഖനുണ്ട്, പാമ്പ് കിടക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിച്ചേ പോകുള്ളൂ. അല്ലെങ്കിൽ ഡോൺ കെയർ ആയിട്ട് പോകും, ചിലപ്പോൾ ചവിട്ടും. അപ്പോൾ മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്കൊരു കെയർ ഉണ്ടാവും. അതിൽ നിന്ന് തന്നെ രക്ഷപ്പെടാം. ഒരുപാട് വേണ്ട, എല്ലാവരും തന്നെ രക്ഷപ്പെടാൻ പറ്റും. യഥാർത്ഥത്തിൽ ഒരു ജ്യോതിഷി എന്താണ് ചെയ്യുന്നത്? ജ്യോതിഷി ആ ജാതകം കണ്ട് അയാളെ പഠിക്കും. ഒരു വ്യക്തി മുമ്പിൽ വന്നാൽ അയാളുടെ ജാതകം കൊണ്ട് അയാളെ പൂർണ്ണമായിട്ട് പഠിക്കും. അയാൾക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, എന്തെല്ലാം ദോഷങ്ങളുണ്ട് എന്ന് നോക്കും. ഗുണങ്ങൾക്കാണോ ദോഷങ്ങൾക്കാണോ വ്യാപ്തി കൂടുതൽ എന്ന് നോക്കും. ദോഷങ്ങൾക്കാണ് വ്യാപ്തി കൂടുതലെങ്കിൽ കൂടുതൽ പരിഹാരങ്ങൾ പറഞ്ഞ് അയാളെ ഗുണത്തിലേക്ക് കൊണ്ടുവരും. ഗുണം കൂടുതലായിട്ടുള്ളതാണെങ്കിൽ ഇന്ന ദോഷങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നൊരു ചെറിയ താക്കീത് കൊടുക്കും. അതാണ് ജാതകം നോക്കുമ്പോൾ പ്രധാനമായിട്ട്. പിന്നെ സമീപകാലത്ത് വരാനുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. അത് അയാളുടെ ജാതകം തന്നെയാണോ എന്ന് എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? അത് നമുക്ക് അങ്ങനെ അറിയാൻ യാതൊരു കാരണം ഇപ്പോൾ പലരും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തുകളും അല്ലെങ്കിൽ ജനിച്ച സമയമായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഇത് തെറ്റാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും തെറ്റിക്കഴിഞ്ഞാൽ അവരുടെ കഷ്ടകാലം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ജ്യോത്സ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നൊരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ യഥാർത്ഥത്തിൽ അത് നോക്കുന്ന ആളുടെ തെറ്റുകൂടെയല്ലേ? അല്ല, സാധാരണ ഇടയ്ക്ക് നിങ്ങൾ തന്നിട്ടുള്ള ഡാറ്റ അനുസരിച്ച് ഇതെല്ലാമാണ് ദോഷം. നിങ്ങൾ ഡാറ്റ തെറ്റായി തന്നു, ഞാൻ പറയുന്നത് തെറ്റും. ഇത് എൻ്റെ ഒരു ജ്യോതിഷൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല. നമ്മൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള അതിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൃത്യമായ ഡാറ്റ എനിക്ക് തരണം. അത് വെച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് പറയും. അപ്പോൾ കൃത്യമായ ജാതകം കൊണ്ടുവന്ന് തന്നാൽ അവർ കൃത്യമായിട്ട് പറയും. സംശയമാണ്, എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയാം, ടൈം അറിയില്ല എന്ന് പറഞ്ഞാൽ ഏകദേശമായി ധാരണയിൽ പറയാൻ പറ്റും. കാരണം അന്നത്തെ ഡേറ്റിൽ ഏതാണോ നക്ഷത്രം നമുക്ക് കണ്ടുപിടിക്കാം. ആ നക്ഷത്രം അവർക്ക് രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകുന്നേരമാണോ ജനിച്ചതെന്നൊന്നും അറിയില്ലെങ്കിൽ അന്ന് 2 നക്ഷത്രങ്ങളുണ്ടെങ്കിൽ അന്ന് ഇന്ന 2 നക്ഷത്രങ്ങളാണുള്ളത്, ഈ നക്ഷത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഫലങ്ങളുണ്ട്, അതുണ്ടോ? ഇല്ല. എന്നാൽ മറ്റേ നക്ഷത്രമാണ് ഇന്ന ഫലങ്ങളുണ്ട്, അതുണ്ടോ? ഏതെങ്കിലും ഒന്നുണ്ടാവും. അത് രണ്ടും ഇല്ലെങ്കിൽ അവരുടെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ്. ഇത് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്താണ്, ബർത്ത് ഡേറ്റ് അല്ല. ബർത്ത് ഡേറ്റും കൊണ്ടുവന്നാൽ, ബർത്ത് ടൈമും കൊണ്ടുവന്നാൽ അവരുടെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്, ഇനി വരാനുള്ളത് എന്നെല്ലാം പറയാൻ പറ്റും. വർഷത്തിലൊരിക്കൽ നോക്കുന്നത് നല്ലതാണ്. നമ്മൾ ശനിയുടെ കാര്യമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ശനി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ പൂജ ചെയ്ത് കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഇപ്പോൾ മറ്റെന്തെങ്കിലും യാഗങ്ങളോ ഹോമങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ ഈ ശനിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ? സാധാരണ നിലയ്ക്ക് നവഗ്രഹങ്ങളിൽ ശനീശ്വരനെ പ്രാർത്ഥിക്കാം. ശനീശ്വരന് പ്രധാനമായിട്ട് ശനിഗ്രഹശാന്തി എന്ന് പറഞ്ഞാൽ ഗ്രഹശാന്തി ഉണ്ട്. ശനിക്ക് മാത്രമായിട്ട് ചെയ്യുന്ന ഗ്രഹശാന്തി ഉണ്ട്. ശനിഗ്രഹശാന്തി എന്നാണ് പറയുക. അത് ചെയ്യാം. ശനീശ്വരന് പുഷ്പാഞ്ജലിയായിട്ട് കഴിക്കാം. എള്ള് പായസം നിവേദിക്കാം. ശനീശ്വരന് പ്രത്യേകമായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ശനിയുടെ കാരകനായിട്ടുള്ള അയ്യപ്പന് നീരാഞ്ജനം കത്തിക്കാം, എള്ള് തിരി കത്തിക്കാം, അയ്യപ്പന് ആയുസൂക്ത പുഷ്പാഞ്ജലി കഴിക്കാം. ഇതൊക്കെ ഒരു സാധാരണ നിലയ്ക്കുള്ള വഴിപാടുകളാണ്. ഇതിലൊക്കെ അപ്പുറത്ത് വലിയ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ മൃത്യുഞ്ജോമങ്ങളും മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടി വരും. അത്
എന്താണ് ദോഷം എന്ന് കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ. ദോഷങ്ങളുടെ വ്യാപ്തി അനുസരിച്ചാണ് പരിഹാരങ്ങളുടെ വ്യാപ്തി തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ വ്യാഴമാറ്റത്തിൻ്റെ ഒരു സമയമായിരുന്നു. അപ്പോൾ ഇതിൽ അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയായിരിക്കും, അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ? സാധാരണ നിലയ്ക്ക് ഇപ്പോൾ വ്യാഴം 3, 6, 8, 12 രാശികളിൽ നിൽക്കുമ്പോഴൊക്കെ വ്യാഴം മോശമാണ്. അപ്പോൾ 3ലും 6ലും 8ലും 12ലും അല്ല വ്യാഴമെങ്കിൽ അവർക്കൊക്കെ വ്യാഴം കൊണ്ട് ഗുണമാണ്. ഇത് നമുക്ക് ഇന്ന നക്ഷത്രം അല്ലെങ്കിൽ ഇന്ന രാശി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ പറ്റും, ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അങ്ങനെ പറ്റും. അല്ലല്ല, അങ്ങനെ രാശി ഇന്ന നക്ഷത്രക്കാർക്ക് നല്ലതെന്ന് പറയാൻ പറ്റും. പക്ഷെ ആ നക്ഷത്രത്തിൽ തന്നെ അവരുടെ ജാതകത്തിലെ വ്യാഴം മാറി, ഇപ്പോൾ വ്യാഴം മാറിയിട്ട് വ്യാഴം ഉച്ചത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ അവരുടെ ജാതകപ്രകാരം ആ വ്യാഴം നീചത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ വ്യാഴം ബലമില്ലാതെയാണെങ്കിൽ ഈ വ്യാഴമാറ്റം കൊണ്ട് അവർക്ക് പ്രയോജനം കിട്ടില്ല. ഇപ്പം കർക്കിടകക്കൂറുകാർക്ക് കർക്കിടകക്കൂറിൽ ഇപ്പോൾ കർക്കിടകത്തിൽ വ്യാഴം വന്നു, ഉച്ചത്തിലാണ് വ്യാഴം, കർക്കിടകക്കൂറുകാരാണ്. അപ്പോൾ കർക്കിടകക്കൂറുകാർക്കൊക്കെ വ്യാഴമാറ്റം നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, ഈ കർക്കിടകക്കൂറിൽ ജനിച്ച ഒരാളുടെ ജാതകത്തിൽ വ്യാഴം വളരെ വീക്കാണെങ്കിൽ അയാൾക്ക് ഞാൻ പറഞ്ഞ ഫലം ഉണ്ടാവില്ല. അതുകൂടി പരിശോധിക്കണം. അപ്പോൾ എല്ലാ ആസ്പെക്ട്സും കൂടി നോക്കിയിട്ട് വേണം ഫലം പറയാനായിട്ട്, എന്നാലേ ശരിയാവും. എന്നാണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ടിരിക്കാം. നമസ്കാരം.